എല്ലാ സ്റ്റിയറിംഗും കയ്യിലുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാളായിട്ട് ജാമിയൽ ഹിന്ദിൽ വെച്ച് ചർച്ച ചെയ്തു. ചർച്ച തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, ഞാനും ഉണ്ട്, തലേന്ന് അമീറിന്റെ കൂടെ ചർച്ച ചെയ്ത ആളും ഉണ്ട്, അയാളും ഉണ്ട്. അയാൾ പറയും, സക്കരിയാക്ക് അങ്ങനെ ഇവിടെ വേറെ സലഫിയത്ത് കെട്ടിപ്പടുക്കാം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ സക്കരിയക്ക് വേറെ പോകാം, സക്കരിയ വേറെ പോയിക്കോ, എന്നിട്ട് അതിനെ പറ്റി ആളെയും കൂട്ടിക്കോ. ഇവിടെ ഈ ഒരു സെറ്റപ്പാണ്, ഇവിടെ ഈ സെറ്റപ്പിനനുസരിച്ച് പോകുള്ളൂ. എല്ലാം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പണ്ഡിതന്മാരോട് നടക്കുക, അതൊക്കെ തരം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രശ്നമൊന്നുമില്ല, നമ്മളിപ്പോൾ സംഘടന ഒന്നും ഉണ്ടാക്കിയല്ലോ. നമ്മൾ സക്കരിയാൻ്റെ വയ്ക്കോ നമ്മളെ വയ്ക്കോ, വെറുതെ മസലത്തെ അർച്ച ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ അതിൻ്റെ ഉള്ളിൽ 5 മാസം, അത് സെപ്റ്റംബർ 8 പറയുന്നത്, മഞ്ചേരി ആദർശ വിശദീകരണം തുടങ്ങി 1 കൊല്ലം തികയുന്ന അപ്പോഴായി പറയണത് പൊയ്ക്കോന്ന്. കാരണം ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല, നമുക്ക് സെറ്റപ്പൊക്കെ ഏതാണ്ടായി, ആളൊക്കെ ഏതാണ്ട് കൂടി, ജാമിയൽ ഹിന്ദൊക്കെ ആയി, ഇനി സക്കീരനെ വയ്ക്കുക, നമ്മളെ വയ്ക്ക് പോവാം. പിന്നെ ഞാൻ അതിൽ പിടിച്ചു നിന്നു. ഇനി നിങ്ങൾ പിടിച്ചിക്കണ്ട കുറച്ചും കൂടി, അതായത് പുറത്താക്കോളം. ഒരു യോഗം കൂടി 35-നെതിരെ 36 വോട്ടുകൾക്ക് സക്കരിയ സലാഹിനെ പുറത്താക്കി എന്ന് പറയോളം നിന്നില്ല. അതാ പിന്നിട്ടുള്ളത്. സക്കരിയ സലാഹിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അബദ്ധങ്ങൾ വന്നിട്ടില്ല എന്ന വാദക്കാരനല്ല ഞാൻ, അദ്ദേഹത്തിന് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വാദക്കാരൻ. അദ്ദേഹത്തോട് തന്നെ പലതവണ വ്യക്തിപരമായി ഞാനത് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യം നമ്മുടെ നേതൃത്വത്തിന് തന്നെ അറിയാം. അതിന്റെ പുറമെ മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മുമ്പ് കുവൈത്തിൽ വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ കാരണം ഇനി കുവൈത്തിൽ അദ്ദേഹം വരേണ്ടതില്ല എന്ന് കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളിലുള്ള പരാമർശങ്ങൾ കാരണം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിരുന്നു. ജിന്നിനോട് സഹായാർത്ഥന വസീലത്തു ശിർക്കാണ് എന്നതിന് ഒരൊറ്റ ആയത്ത് കിട്ടിയാൽ മതി. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന സഹാബീദ ഇത് ശിർക്കല്ല വസീലത്തു ശിർക്കാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശിർക്കല്ല വസീലത്തു ശിർക്കാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു ഖുർആനിന്റെ ആയത്തോ ഏതെങ്കിലും ഒരു സഹീഹായ ഹദീസോ ഉദ്ധരിക്കുകയും ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ ഉമ്മത്ത് സഹാബാ കിറാം താബീങ്ങൾ തബഉ താബീങ്ങൾ അവരിതാ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്താൽ മുസ്ലിയാരെ താങ്കൾക്ക് താങ്കളുടെ വാദം പ്രമാണബന്ധിതമായി വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ പറഞ്ഞ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിയും. അല്ലാതെ നിങ്ങൾ എന്ത് ഉദ്ധരണി വായിച്ചാലും എത്ര പ്രസംഗിച്ചാലും നമ്മുടെ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് പ്രമാണബന്ധിതമായി തെളിയിക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. എന്റെ ബഹുമാന്യ പണ്ഡിത സുഹൃത്ത് ഫൈസൽ മുസ്ലിയാരോട് എനിക്കുള്ള ഒന്നാമത്തെ ചോദ്യം, മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകളും അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിന്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണമെന്ത്? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണമെന്ത്? അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. ധാരാളം വചനങ്ങൾ ഷിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ഷിർക്കായതിന് ആയത്തോടേണ്ട കാര്യമില്ലല്ലോ. എന്ന ആയത്ത്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ എന്ന ആയത്ത് എല്ലാം ഷിർക്കായ തേട്ടത്തിന് തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തഖ്സതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാഇ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. ഫൈസൽ മുസ്ലിയാരെ, ഞാനിവിടെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഒരു ആയത്ത് ഇവിടെ ഉദ്ധരിച്ചു. ഈ ആയത്ത് പണ്ട് കാന്തപുരം ഉദ്ധരിച്ച ആയത്ത് പോലെ ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയാത്ത ഒരു ആയത്താണ് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 5 ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കാനുള്ളത്. ഈ 5 ചോദ്യങ്ങളും ഇവിടെ ഉന്നയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. കാരണം ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് ഞാൻ ആവർത്തിക്കാണ്. റബ്ബനസ്തംതഅല്ലദീ ബഅദുനാ ബിബഅദ് എന്നുള്ള ഈ ആയത്ത് നിങ്ങൾ പറയുന്നത് പോലെ ജിന്നിനോടുള്ള സഹായ ചോദ്യം അത് ശിർക്കാകുന്നതുമുണ്ട്, വസീലത്ത് ശിർക്കാകുന്നതുമുണ്ട് എന്ന് ഈ ആയത്ത് പ്രവാചകനിൽ നിന്ന് കേട്ട സഹാബത്തോ താബീങ്ങളോ തബഉ താബീങ്ങളോ പൂർവീകരായ സലഫി പണ്ഡിതന്മാരോ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അവിടെയാണ് നിങ്ങളത് വിശദീകരിക്കേണ്ടത്. അങ്ങനെ വിശദീകരിക്കാൻ നിങ്ങൾക്കൊട്ട് സാധ്യവുമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയുമ്പോഴാണ് ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്കുണ്ട് എന്നതിന് തെളിവായി വരിക. വസീലയായതിനുണ്ടോ ആയത്തുണ്ടോ എന്നാണ് ഓതി റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്ത്. നാസസുലമി ഓതിയതുപോലെ ഇസ്തംതഅ അല്ലദീ എന്നല്ല റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്നാണ് വന്നത്. അതിന് ഈ വസീലയായതുണ്ടോ ശിർക്ക് അല്ലാത്തതുണ്ടോ ഹറാമായതുണ്ടോ എന്നാണോ ഞാൻ ചോദിക്കുന്നില്ല. എന്റെ ചോദ്യമല്ല എന്ന് നിങ്ങൾ ചോദിക്കൂ, അപ്പൊ പറയാം. ഏത് സ്വഹാബിയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ.
ഏത് താബിയാ പറഞ്ഞു നിങ്ങൾ ചോദിക്കൂ. ഞാൻ പറഞ്ഞുതരാം, എണ്ണി എണ്ണി പറയാം. ഇന്ന സ്വഹാബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഴി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബി പറഞ്ഞിരിക്കുന്നു, ഇന്ന തഫ്സീലുണ്ട് എന്ന് വെറുതെ എല്ലാ കിതാബുമായി വന്നത് ഏത് സ്വഹാബിയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ. ഏത് താബിയാ പറഞ്ഞു നിങ്ങൾ ചോദിക്കൂ. ഞാൻ പറഞ്ഞുതരാം, എണ്ണി എണ്ണി പറയാം. ഇന്ന സ്വഹാബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഴി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബി പറഞ്ഞിരിക്കുന്നു, ഇന്ന തഫ്സീലുണ്ട് എന്ന് വെറുതെ എല്ലാ കിതാബുമായി വന്നത്. എന്റെ ബഹുമാനനായ ഫൈസൽ ഹുസൈനെ, താങ്കളോട് ഞാൻ ചോദിച്ചത്, താങ്കൾ ഓതിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്, ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് തന്നെ ചോദിച്ചത്. മനസ്സിലല്ലേ? റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിന് അതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി, ഏത് താബി മനസ്സിലാക്കി, ഏത് തബഉ താബി മനസ്സിലാക്കി? കിതാബ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, കിതാബ് വായിച്ചെന്ന പോരെ. അപ്പോ എന്റെ ചോദ്യം അത് തന്നെയാണ്. ആ ചോദ്യങ്ങൾ കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് എങ്കിൽ ആവർത്തിക്കുന്നു. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, എന്താ മുൻഗാമികൾ പറഞ്ഞത് ഇമാം ഖുർത്തുബിയുടെ തഫ്സീറ വായിക്കുന്നത്, നീ ഏതാ നടങ്ങാറാവണ്ട. എന്താ മുൻഗാമികൾ പറഞ്ഞത് ഇമാം ഖുർത്തുബിയുടെ തഫ്സീറ വായിക്കുന്നത്, നീ ഏതാ നടങ്ങാറാവണ്ട. സഹാബിയെ ചോദിച്ചു, സഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട. സഹാബിയെ ചോദിച്ചു, സഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട. ഖുർത്തുബി വായിച്ചു. മുസ്ലിയാരെ ഖുർത്തുബി വായിച്ചില്ല. എവിടെയെങ്കിലും പറഞ്ഞത് ജിന്നിനോടുള്ള സഹായത്തേട്ടം അത് വസീലത്ത് ശിർക്കാണ് എന്ന് എവിടെയാണ് ഖുർത്തുബിയിൽ പറഞ്ഞത്? അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ച 5 ചോദ്യങ്ങളും കൃത്യമായി ഒന്നാമത്തെ തവണയിൽ തന്നെ ആ ചോദ്യത്തിന് നേരെ മറുപടി നൽകിയല്ലോ. ഓരോ തവണയും ആയത്തുണ്ടോ ചോദിച്ചു, അതേ ആയത്ത് കൊടുത്തു. സ്വഹാബി വിശദീകരിച്ചു ചോദിച്ചു, അതേ സ്വഹാബിയെ പറഞ്ഞു. തഫ്സീർ ഉണ്ടോ ചോദിച്ചു, തഫ്സീർ ഉണ്ടെന്ന് പറഞ്ഞു. ആയത്തുണ്ടോ ചോദിച്ചു, അതേ ആയത്ത് കൊടുത്തു. സ്വഹാബി വിശദീകരിച്ചു ചോദിച്ചു, അതേ സ്വഹാബിയെ പറഞ്ഞു. തഫ്സീർ ഉണ്ടോ ചോദിച്ചു, തഫ്സീർ ഉണ്ടെന്ന് പറഞ്ഞു. ആയത്തുണ്ടോ ചോദിച്ചു, അതേ ആയത്ത് കൊടുത്തു. സ്വഹാബി വിശദീകരിച്ചു ചോദിച്ചു, അതേ സ്വഹാബിയെ പറഞ്ഞു. തഫ്സീർ ഉണ്ടോ ചോദിച്ചു, തഫ്സീർ ഉണ്ടെന്ന് പറഞ്ഞു. മുസ്ലിയാരെ, ഇസ്തിംതാഅത്തിന് ആയത്തിൽ ഏത് പണ്ഡിതനാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്ത് ശിർക്കാണ് എന്ന് പറഞ്ഞത്? വാദപ്രതിവാദം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, വിശദീകരിക്കാമോ? മുസ്ലിയാരെ, ഞാൻ വെല്ലുവിളിക്കുന്നു. ഇസ്തിംതാഇന്റെ ആയത്തോതിയിട്ട് മരിച്ചുപോയ പിന്നെ ജിന്നുകളോടുള്ള സഹായ ചോദ്യം അത് വസീലത്ത് ശിർക്കാണ് എന്ന് ഖുർത്തുബി എഴുതിയ ഇബാറത്ത് വായിക്കാൻ പറ്റുമോ? സിനന്റതും മറ്റതും മറിച്ചൊന്നുമല്ല. ചക്ക എന്ന് പറയുമ്പോൾ മുക്കേങ്ങെന്നല്ല മറുപടി പറയേണ്ടത്, ചോദ്യത്തിനാണ് മറുപടി കൊടുക്കേണ്ടത്. അതിന് ഫൈസൽ മുസ്ലിയാർക്ക് സാധിച്ചിട്ടില്ല. ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്കാണ് ഇസ്തിആനത്ത് എന്ന് പറഞ്ഞു എന്ന് കോഴിച്ച സംവാദത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു വന്നത് ശുദ്ധ കളവാണ്, അതും ഒരു ആരോപണമാണ്. നിങ്ങൾ തെളിയിക്കണം. എവിടെ പറഞ്ഞു? ഇന്നേ വരെ ഒരൊറ്റ വേദിയിൽ പോലും കോഴിച്ച സംവാദത്തിലും പറഞ്ഞിട്ടില്ല, അതിന് ശേഷവും പറഞ്ഞിട്ടില്ല വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബിയിൽ ഉണ്ട് എന്ന് ഈ ഉള്ളവൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് നിങ്ങൾ കേട്ടു. തഫ്സീർ വേണോ ചോദിക്കണമെന്നാണ്, അതേപോലെ സ്വഹാബിയെ ചോദിക്കണമെന്നാണ്. അത് എന്റെ ചോദ്യമല്ല, ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയുകയും എന്നാൽ അടുത്ത ചാൻസിൽ പിന്നെ അയാൾ അതേ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. അവിടെ കൃത്യമായി വിശദീകരിച്ച സ്വഹാബിയെ നമ്മൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് തങ്ങളെ പറഞ്ഞു, തഫ്സീർ ഖുർത്തുബി പറഞ്ഞു.